ഹലോ, അസ്സാം വലൈക്കും. ഞാനിന്ന് ഒരു ബീട്രൂട്ട് വെച്ചിട്ടുള്ള റൈസാണ് പരിചയപ്പെടുത്താൻ വന്നത്. ബീട്രൂട്ട് മുട്ട ഒക്കെ വെച്ചിട്ടാണ്. മെയിൻ ഐറ്റം ബീട്രൂട്ടാണ്. അപ്പം അത് എങ്ങനെയാണ് റെഡിയാക്കേണ്ടതെന്ന് നോക്കാം. അപ്പം ഞാനതിനായിട്ട് ബീട്രൂട്ട്, മുട്ട, സവാള, വെളുത്തുള്ളി, കുറച്ച് മുളക് പൊടി ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഒരു മസാലപ്പൊടിയാണ്. എരിവ്, മല്ലി എല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു നമ്മൾ ബിരിയാണിയിലൊക്കെ ഇടുന്ന പോലത്തെ ചെറിയൊരു മസാലപ്പൊടി ഞാൻ തന്നെ ഉണ്ടാക്കിയതാണത്. അപ്പോൾ അത് ആദ്യമായിട്ട് ഇതുപോലെ നമുക്ക് ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അത് ചെറിയ ഉള്ളി ആണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റാണ് കേട്ടോ. ഞാനിപ്പോൾ സവാള ഉള്ളിയാണ് എടുത്തത്. അപ്പോൾ ചെറിയ ഉള്ളി ആണെങ്കിൽ കുറച്ച് തന്നെ മതി. അപ്പോൾ അതുപോലെ തന്നെ ഇത് ഞാൻ തോനെയാണ് എടുത്തിരിക്കുന്നത്. 2 കിഴപ്പ്. ഇതിൻ്റെ നമ്മൾ ഒരാൾക്ക് ഒരു നേരം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ബീട്രൂട്ട് തന്നെ എടുത്തത്. അപ്പോൾ ഞാൻ അത് 2 നേരത്തേക്ക് വേണ്ടിയിട്ടാണ് 2 എടുത്തത്. അപ്പോൾ ഇത് ഒരു നേരം നമ്മൾ കഴിക്കാൻ വേണ്ടി ഒരു ബീട്രൂട്ട് ഇട്ട് കുറച്ച് വെളുത്തുള്ളിയും ചെറിയ ഉള്ളി എല്ലാം കൂടെ, ചെറിയ ഉള്ളി സവാള ഉള്ളി അങ്ങനെ എടുത്താൽ മതി. ഇപ്പോൾ ഞാനിതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിന് ഞാൻ ഒരു പാൻ അടുപ്പി വെച്ചിട്ട് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യം വെളിച്ചെണ്ണ ആയാലും മതി, നെയ്യ് ആയാലും നല്ലെണ്ണ, അതായത് 2 മിക്സ് ചെയ്തിട്ട് 3 കൂടെ ചേർത്തിട്ടായാലും നല്ലതാണ്. അതായത് എല്ലാം കൂടെ ഒരു 1.5 സ്പൂൺ ആയാലും മതി. നെയ്യും വെളിച്ചെണ്ണയും നല്ലെണ്ണ, ഏത് 3 മിക്സ് ചെയ്തെടുത്താലും മതി, അല്ലെങ്കിൽ ഓരോന്നെടുത്താലും മതി. അപ്പോൾ ഇതുപോലെ ആദ്യമേ വെളുത്തുള്ളി എല്ലാം ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഉപ്പോടെ ഇട്ട് നല്ലപോലെ ഒന്ന് വാട്ടണം. ഞാൻ ലേശം ഒരു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു കളറിന് വേണ്ടിയിട്ടും ഗുണത്തിന് വേണ്ടിയിട്ടുമാണ്. അപ്പോൾ ഇത് വാടി വന്നതിന് ശേഷം ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. ബീട്രൂട്ട് ഇട്ടാൽ ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചിരുന്നാൽ അതൊന്ന് നല്ലപോലെ വേവ്, ആ ആവി തന്നെ വെന്തത്, വേറെ ഒരു വെള്ളം നമ്മളതിൽ ഒഴിക്കേണ്ട. ആ ആവിയിലിരുന്ന് തന്നെ അതങ്ങ് വെള്ളം ഒഴിക്കുമ്പോൾ ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പം ഞാനിത് ബീട്രൂട്ട് ഇട്ട് കൊടുത്തത് അതിനെ ഒന്ന് നല്ലപോലെ ഒന്ന് 5 മിനിറ്റൊക്കെ ഒന്ന് ചിക്കിയിട്ട് 5 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കണം. നല്ല ഇളക്കിയിട്ട് 5 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കണം. അപ്പോൾ നല്ലതായിട്ടൊന്ന് വെന്ത് വരും. അപ്പോൾ വെന്ത് വന്നതിന് ശേഷമാണ് നമ്മൾ അതിനകത്ത് മുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നത്. അപ്പോൾ ഇത് വേവാനുള്ളൊരു സമയം നമ്മൾ കൊടുക്കണം. എന്ന് വെച്ചാൽ ഒരുപാടൊന്ന് വേവണ്ട. നമുക്ക് ആ ഒരു ചെറിയ ഇടയ്ക്ക് നമ്മളൊരു കടിക്കുന്ന രീതിയിൽ കിടന്നാലും ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതൊന്ന് ആയിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിരിക്കാം. അടച്ച് വെച്ചതിന് ശേഷം ഇപ്പം ഒന്ന് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കത് ഇതിനകത്ത് 2 മുട്ട, അത് വെന്തതിന് ശേഷം മുട്ട അതിനകത്തോട്ട് പൊട്ടിച്ച് ഒഴിക്കാം. അപ്പോൾ ഇതുപോലെ 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് നല്ലപോലെ അത് ഒന്നിച്ച്, മുട്ട വേവാൻ അധികം സമയം വേണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ മുട്ട ഒഴിക്കാഞ്ഞത്. അപ്പോൾ അത് വേവാനുള്ള സമയം കൊടുത്തിട്ട് പിന്നെ മുട്ട ഒഴിച്ച് ഇതുപോലെ ഒന്ന് നമുക്ക് ചിക്കിയെടുക്കാം. ചിക്കിയെടുത്തത് ഒന്ന് വെന്തതിന് ശേഷം നമുക്ക് ചോറിട്ട് കൊടുക്കാം. ഈ ചോറ് 2 നേരത്തേക്കുള്ള ചോറാണ് ഞാൻ ഇതിലിട്ടത്. കാരണം അതിപ്പോൾ കുറച്ചിട്ടാലും മതി. അപ്പം ഞാനിപ്പോൾ 2 ക്യാരറ്റും അതിൻ്റെ എല്ലാ സാധനങ്ങളും ഇട്ടത് കൊണ്ടാണ് ഞാൻ ഇത്രയും ചോറ് അതിലിട്ടത്. അപ്പം നമുക്കിപ്പം അതല്ലെന്നുണ്ടെങ്കിൽ ഒരു ബീട്രൂട്ടും ഒരു മുട്ടയും അങ്ങനെ എടുത്താലും മതി. ഇതിപ്പോൾ എല്ലാം കൂടി ഇട്ടത് കൊണ്ട് ഞാൻ 2 നേരത്തേക്കുള്ള ഫുഡായിട്ടാണ് ഞാൻ മൊത്തത്തിലൊന്ന് ഇളക്കി വയ്ക്കുന്നത്. അപ്പം നമുക്കത് പകുതിയാക്കി ചെയ്താലും നന്നാവും. അപ്പോൾ അതായത് അപ്പോൾ ചൂടോടെ നമുക്ക് കഴിക്കരുത്. ഇപ്പം അടുത്ത നേരം കഴിക്കണമെങ്കിൽ വീണ്ടും ഒന്നുകൂടെ ചൂടാക്കേണ്ടി ചൂടോടെ കഴിക്കാനാണിത് ടേസ്റ്റ്. തണുത്താൽ അത്ര ടേസ്റ്റ് മാറും. കറക്റ്റ് ആ ചൂടോടെ നമ്മൾ കഴിക്കണം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി കോരിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ ഇപ്പോൾ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളത് മാത്രമേ ഞാൻ കോരിയെടുക്കുന്നുള്ളൂ. അപ്പോൾ ഇത് നല്ല, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേറൊരു കറിയൊന്നും ഇല്ലാതെ നമുക്കത് ആ നെയ്യുടെയും വെളിച്ചെണ്ണയുടെയും ഒക്കെ മണത്തിൽ നമുക്കത് കഴിക്കാൻ പറ്റും. ഇപ്പോൾ വേറെ ഒരു കറിയും ഇല്ലെങ്കിലും നമുക്കത് കഴിക്കാം കേട്ടോ. അച്ചാർ വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി അച്ചാറൂടെ കൂട്ടിയാൽ നല്ലതാണ്. അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്നാൽ ശരി, ഓക്കെ, അസ്സലാമു അലൈക്കും.